നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആഗോള ഭീകര സംഘടനകളായ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും വനിതകളെ ചാവേറുകളായും സായുധ പോരാളികളായും ഉപയോഗിക്കാൻ വ്യാപക നീക്കം നടത്തുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ്, ബോക്കോ ഹറാം, ഹമാസ്, LTTE തുടങ്ങിയ സംഘടനകളുടെ മാതൃകയിൽ സ്ത്രീകളെ മുൻനിർത്തി ആക്രമണങ്ങൾ നടത്താനാണ് പാക് ഭീകര സംഘടനകളുടെ നീക്കം. ഇതോടെ ഇന്ത്യ ജാഗ്രത ശക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് ജെയ്ഷെ മുഹമ്മദ് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജമാഅത്ത് ഉൽ മുംനാത്ത് എന്ന വനിതാ വിഭാഗത്തിന് രൂപം നൽകിയിരുന്നു. അടുത്തിടെ നടന്ന ഡൽഹി ചാവേർ ആക്രമണത്തിൽ ഈ വനിതാ വിഭാഗത്തിന് സുപ്രധാന പങ്കുണ്ടായിരുന്നു. ഡോക്ടർ ഷഹീൻ സയ്യിദ് എന്ന വനിതാ ഭീകര പ്രവർത്തകയെ കേസിൽ പിടികൂടിയിരുന്നു. ഇതിന് പിന്നാലെ ലഷ്കർ ഇ തൊയ്ബ തങ്ങളുടെ സ്ത്രീ വിഭാഗമായ തൊയ്ബത്ത് എന്ന ശൃംഖലയും സജീവമാക്കിയിരിക്കുകയാണ്. ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറവിലാണ് ഭീകരർ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യുന്നതും തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതും. വിദ്യാസമ്പന്നരായ മുസ്ലിം യുവതികളെ ലക്ഷ്യമിട്ടാണ് ഭീകര സംഘടനകളുടെ പ്രവർത്തനം. മുസ്ലിം ആരാധനാ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ലഘുലേഖകളിലൂടെ മതവികാരം ചൂഷണം ചെയ്താണ് ഇവരെ ആകർഷിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ഫെബ്രുവരി 9 ലാഹോറിൽ തൊയ്ബത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിൽ ലഷ്കർ കമാൻഡർമാരുടെ ഭാര്യമാരടക്കം പങ്കെടുക്കുകയും ഭീകരവാദത്തെ മഹത്വവൽക്കരിക്കുകയും പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. സ്ത്രീകളെ ഇത്തരത്തിൽ ഭീകര പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുന്നത് സമൂഹത്തിൽ ആഴത്തിൽ വിഷം വിതയ്ക്കുന്നതിന് തുല്യമാണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ പുരുഷന്മാരെ മാത്രം ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തിയിരുന്ന സംഘടനകളുടെ പ്രവർത്തന ശൈലിയിൽ വന്ന മാറ്റം സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയായി മാറിയ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നു. ആഗോള അയ്യപ്പ സംഗമം ധൂർത്തെന്ന പ്രചാരണം തള്ളി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വാർത്തകൾ സത്യവിരുദ്ധമാണെന്നും ഇത്തരത്തിൽ വ്യാജ പ്രചാരണം നടത്തുന്നത് ഖേദകരമാണെന്നും ദേവസ്വം ബോർഡ് പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് കട്ടില വാങ്ങാൻ തുക ചെലവഴിച്ചെന്ന പരാമർശം റിപ്പോർട്ടിലില്ല. ഭജൻ അവതരിപ്പിക്കാൻ നന്ദഗോവിന്ദം ഭജൻസിനെ സമീപിച്ചെങ്കിലും അസൗകര്യം അറിയിച്ചുവെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. നന്ദഗോവിന്ദത്തിന് മറ്റു പരിപാടികൾ ഉണ്ടായിരുന്നതിനാൽ പകരം വന്നത് ഇഷാൻ ദേവ് ആണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 25-ലധികം കലാകാരന്മാരും 10-ലധികം ടെക്നീഷ്യന്മാരും ഉൾപ്പെടെ 35 പേർ പങ്കെടുത്ത മികച്ച സംഗീതാവിഷ്കാരമാണ് സംഘം അവതരിപ്പിച്ചത്. വിവിധ ട്രൂപ്പുകളെ ഏകോപിപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംഘത്തിന്റെ 5 ദിവസത്തെ താമസം, ഭക്ഷണം, റിഹേഴ്സൽ തുടങ്ങി എല്ലാ ചെലവുകളും ഉൾപ്പെടുത്തി 8 ലക്ഷം രൂപയാണ് ചെലവായത്. നന്ദഗോവിന്ദം ഭജൻ സംഘത്തിന് തുക നൽകിയതായി ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് പിശകാണ്. അങ്ങനെ തുക നൽകിയിരുന്നുവെങ്കിൽ വൗച്ചർ അല്ലെങ്കിൽ ബാങ്ക് ഇടപാട് രേഖകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. തുക പോയത് ഇഷാൻ ദേവിന്റെ അക്കൗണ്ടിലേക്കാണ്. ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി ദേവസ്വം ബോർഡിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റിന് സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിൽ അശ്രദ്ധമായുണ്ടായ പിശകാണ് നന്ദഗോവിന്ദം ഭജൻസ് പരിപാടി അവതരിപ്പിച്ചു എന്ന രീതിയിലുള്ള തെറ്റിദ്ധാരണയ്ക്കിടയാക്കിയത്. ദേവസ്വം ഓഡിറ്റ് റിപ്പോർട്ടിലോ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലോ മുഖ്യമന്ത്രിക്ക് കട്ടില് വാങ്ങാൻ തുക ചെലവഴിച്ചു എന്ന പരാമർശവുമില്ല. അങ്ങനെ ഒരു വാർത്ത എങ്ങനെ പ്രചരിച്ചു എന്നത് അതിശയകരമാണെന്നും ബോർഡിന്റെ വിശദീകരണത്തിൽ പറയുന്നു. നിരോധിത ഖലിസ്ഥാൻ വിഘടനവാദി സംഘടനയായ 6-4 സ്ഥാപകനും അമേരിക്കൻ പൗരനുമായ ഗുർപന്തൻ സിംഗ് പന്നുവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന കേസിൽ കുറ്റം സമ്മതിച്ച് പ്രതി നിഖിൽ ഗുപ്ത. പന്നുവിനെ വധിക്കാൻ വാടക കൊലയാളിയെ ഏർപ്പാടാക്കിയെന്ന കേസിൽ ന്യൂയോർക്ക് കോടതിയിൽ നിഖിൽ ഗുപ്ത കുറ്റം സമ്മതിച്ചെന്ന് US നീതിന്യായ വകുപ്പ് അറിയിച്ചു. കേസിന്റെ വിചാരണയും വിധിയും മെയ്യിൽ നടക്കും. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നാണ് അമേരിക്ക നിഖിൽ ഗുപ്തയെ അറസ്റ്റ് ചെയ്തത്. പന്നുവിനെ വധിക്കാൻ അമേരിക്കയിൽ നിഖിൽ ഗുപ്ത കരാർ നൽകിയെന്നാണ് US പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. എന്നാൽ പ്രോസിക്യൂഷൻ വാദം നിഖിൽ നേരത്തെ സമ്മതിച്ചിരുന്നില്ല. തിരുവനന്തപുരത്ത് ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി വയോധികയെ ആക്രമിച്ച് 7.5 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. നഗരസഭാ ജീവനക്കാരനാണെന്ന വ്യാജേനയാണ് മോഷ്ടാക്കളെത്തിയത്. സ്ത്രീകൾ ഉൾപ്പെട്ട സംഘമാണ് 64-കാരിയെ ആക്രമിച്ച് വയോധികയുടെ കഴുത്തിലും കയ്യിലും ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തത്. ഇന്നലെ രാവിലെ 11ഓടെയായിരുന്നു സംഭവം. മണക്കാട് മുക്കോലക്കരെ അപ്പാർട്ട്മെന്റിലായിരുന്നു സംഭവം. മകൻ ജോലിക്ക് പോയ സമയത്തായിരുന്നു കവർച്ച. വയോധിക ഒറ്റയ്ക്കായിരുന്നു. തൃശൂർ സ്വദേശികളായ അമ്മയും മകനും കഴിഞ്ഞ 2 വർഷമായി ഈ അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ആസാമിൽ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ എമർജൻസി ലാൻഡിംഗ് സൗകര്യത്തിൽ C-130J വിമാനത്തിൽ പറന്നിറങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി ആസാമിലെത്തിയത്. ചബുവ എയർഫീൽഡിൽ നിന്ന് എത്തിയ അദ്ദേഹം ദേശീയപാത 37-ലാണ് ലാൻഡ് ചെയ്തത്. 100 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ സൗകര്യം രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും വലിയ മുതൽക്കൂട്ടാകും. യുദ്ധവിമാനങ്ങൾക്കും ട്രാൻസ്പോർട്ട് വിമാനങ്ങൾക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ റൺവേ ദിബ്രുഗഡ് വിമാനത്താവളത്തിന് ഒരു ബദലായി പ്രവർത്തിക്കും. 40 ടൺ വരെയുള്ള യുദ്ധവിമാനങ്ങളെയും 74 ടൺ ഭാരമുള്ള വലിയ വിമാനങ്ങളെയും വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട്. ലാൻഡിംഗിന് ശേഷം തേജസ്, സുഖോയ്, റഫാൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ അണിനിരന്ന 40 മിനിറ്റ് നീണ്ട വ്യോമാഭ്യാസ പ്രകടനത്തിനും പ്രധാനമന്ത്രി സാക്ഷ്യം വഹിച്ചു. 10 മാസത്തെ ഇഹലോക ജീവിതം പൂർത്തിയാക്കി 4 പേരെ പുതുജീവിതത്തിലേക്ക് നയിച്ച ദൗത്യം പൂർത്തിയാക്കി കുഞ്ഞ് ആലിൻ നാളെ പറന്നുയരും. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവെന്ന ബഹുമതിയോടെ ആലിൻ ഷെറിൻ ഇബ്രാഹിമിന്റെ ഭൗതിക ശരീരം നാളെ രാവിലെ വീട്ടിൽ കൊണ്ടുവരും. വൈകുന്നേരം 5ഓടെ നെടുങ്ങാൾപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിലെ കല്ലറ ഏറ്റുവാങ്ങും. അതീവ ദുഃഖത്തിനിടയിലും സ്വന്തം മകളുടെ അവയവങ്ങൾ 4 കുഞ്ഞുങ്ങൾക്ക് പുതുജീവൻ പകർന്നല്ലോ എന്ന ആശ്വാസത്തിലാണ് അരുൺ എബ്രഹാമും ഷെറിനും. മുൻ മല്ലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ മല്ലപ്പള്ളി വെസ്റ്റ് കോഴഞ്ചേരി മലയാറ്റൂർ വാലുമണ്ണിൽ റിജി ഷാമൂലിന്റെ മകനാണ് അരുൺ എബ്രഹാം. മല്ലപ്പള്ളി ഈസ്റ്റ് പുളിഞ്ചുമുട്ടിൽ കുടുംബാംഗമാണ് അധ്യാപിക കൂടിയായ ഷെറിൻ ആൻജോൺ. ഇവരുടെ ഏക മകളായിരുന്നു ആലിൻ
ഷെറിൻ എബ്രഹാം. തീവ്ര ദുഃഖത്തിലും മറ്റുള്ളവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി മാതാപിതാക്കളെടുത്ത തീരുമാനത്തിന് മന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു. കഴിഞ്ഞ 5 MC റോഡിൽ പള്ളം ബോർഡർ ജംഗ്ഷന് സമീപത്ത് കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് ആലിന് ഗുരുതരമായി പരിക്കേറ്റത്. ചികിത്സയിലിരിക്കെ മസ്തിഷ്ക മരണം സംഭവിച്ചതോടെയാണ് കുടുംബം അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചത്. കുട്ടിയുടെ 2 വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ പീഡിയാട്രിക് നെഫ്രോളജി വാർഡിൽ ചികിത്സയിലുള്ള കുട്ടിക്കാണ് നൽകിയത്. കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും ഹൃദയവാൽവ് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും 2 നേത്രപടലങ്ങൾ അമൃത ആശുപത്രിയിലേക്കും രാത്രിയിൽ തന്നെ എത്തിച്ചു. 6 മാസം പ്രായമുള്ള കുഞ്ഞിനാണ് കിംസ് ആശുപത്രിയിൽ കരൾ മാറ്റിവെക്കുന്നത്. അതിസങ്കീർണമായ ശസ്ത്രക്രിയയാണിത്. സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനത്തിലൂടെ കരൾ സ്വീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണിത്. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും നടനുമായ പ്രേംകുമാർ. ചലച്ചിത്ര ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കുമ്പോൾ കാണിക്കേണ്ട സാമാന്യ മര്യാദ പോലും തന്നോട് കാണിച്ചില്ല, മാന്യതയോടെ പറഞ്ഞു വിടണമായിരുന്നുവെന്നും പ്രേംകുമാർ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ആശാ വർക്കർമാരുടെ സമരം പരിഹരിച്ചില്ലെങ്കിൽ അത് സർക്കാരിന് ദോഷം ചെയ്യുമെന്ന് സദുദ്ദേശപരമായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തന്നെ പുറത്താക്കിയതെന്നാണ് കരുതുന്നത് എന്നാണ് പ്രേംകുമാർ പറഞ്ഞത്. ഒരറിയിപ്പുമില്ലാതെയാണ് പുറത്താക്കിയത്. പുറത്താക്കുന്നത് സർക്കാരിന്റെ വിവേചനാധികാരമാണ്. അതിൽ അഭിപ്രായം പറയാൻ താൻ ആളല്ല. ഒരു സ്ഥാനത്ത് കുറച്ചുകാലമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ നമുക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച സഹപ്രവർത്തകരുണ്ട്. അവരോടൊരു നന്ദി പറയാനുള്ള അവസരം പോലും ലഭിച്ചില്ല എന്നതാണ് വിഷമം. സാമാന്യ മര്യാദ തന്നോട് കാണിച്ചില്ല. എന്താണ് പുറത്താക്കിയതിന്റെ കാരണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ലെന്നും പ്രേംകുമാർ കൂട്ടിച്ചേർത്തു. ഓച്ചിറയിൽ MDMAയുമായി യുവാവ് അറസ്റ്റിൽ. കോട്ടയം കുലശേഖരമംഗലം തൗഫീഖ് മൻസിൽ അനൂപിനെയാണ് അറസ്റ്റിലായത്. ഇയാൾ ധരിച്ചിരുന്ന പാന്റിന്റെ പോക്കറ്റിലാണ് MDMA സൂക്ഷിച്ചിരുന്നത്. വിൽപ്പനയ്ക്കായി ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ചതാണെന്നാണ് പ്രതി പോലീസിനോട് സമ്മതിച്ചത്. MDMA അളക്കാൻ ഉപയോഗിക്കുന്ന ത്രാസും MDMA ഉപയോഗിക്കുന്നതിനുള്ള ഉപകരണമായ ഹുക്കയും കണ്ടെത്തി. സ്കൂൾ കോളേജ് കുട്ടികൾക്ക് വിൽപ്പനയ്ക്കായാണ് രാസലഹരി എത്തിച്ചതെന്ന് സംശയിക്കുന്നതായി ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ പറഞ്ഞു. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.